ഹലോ ഗായ്സ്. അപ്പം നമ്മളെ എന്താണ് ഇരിക്കണേ? ഞാൻ SMBനെ പറ്റി പറയടാ ഗൈസ്. ഇതാണ് ക്യൂഫി SMB. കിഡിലം SMB ആണ്. നിങ്ങൾ കയറി കളിച്ച് നോക്കൂ, കിഡിലം സാധനം. അപ്പം ഞാൻ ഇന്ന് ക്യൂഫി SMBയിലാണ്. അപ്പം നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തുടങ്ങണം. അപ്പം നമ്മൾ ക്യൂഫി SMBയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ ഇനി നമ്മളെ കുറേ വീഡിയോസൊക്കെ വരാണ്ട്, കുറേ കാര്യങ്ങൾ ഇനി ചെയ്ത് തീർക്കാനുണ്ട് ഈ SMBയിൽ. ഇതിൽ ഞാൻ കൺസിസ്റ്റൻസ് ആയിട്ട് കയറും, നല്ല രീതിയിൽ കളിച്ചുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ SMB കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാ സൈഡിൽ തന്നെ അതിൻ്റെ ഇത് കൊടുത്തേക്കണേ. കണ്ടോ മറ്റേ ഞാൻ കാണിച്ചു തരാം. ഒരു ഞാൻ മൗസ് ഇതാക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് അതിൻ്റെ പോർട്ട് എന്ന് പറയണേ. അല്ല, ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം ക്യൂഫി തന്നെ കൊടുത്തിക്കണേ, അവൻ്റെ എല്ലായിടത്തിലും ജോയിൻ ആവാമല്ലേ. അപ്പം ഞാൻ ഇതിലേക്ക് കയറിയിട്ടിപ്പം എത്രയായി? ഒരു അയ്യോ, പണിഞ്ഞല്ലോ. കിട്ടി. അത് മാത്രം അവിടെ കിടക്കട്ടെ, ബാക്കിയൊക്കെ ഇങ്ങനെ തന്നെ അതവിടെ കിടക്കണല്ലേ. അപ്പം ഇന്നത്തെ പരിപാടി നമുക്ക് ഇൻറ്റീരിയറാണ്. ഫുൾ ഇൻറ്റീരിയറൊന്ന് ഞാൻ തീർക്കണം. അപ്പോൾ ഗൈസ്, ഞാൻ മൈ ഫ്രണ്ടിൻ്റെ, നമ്മളെ ടീംമേറ്റിൻ്റെ ബേസ് കാണിച്ചു തരാം. ഞങ്ങൾ ടീമായിട്ടില്ല. ഇതിൽ ക്രിയേറ്റ് ടീമൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ക്രിയേറ്റ് ടീം അടിച്ച സാധനം ആയോ? അതറിയില്ല, നെറ്റിന് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടോണ്ട് കണ്ടിരുന്നു വീഡിയോസിലൊക്കെ. അപ്പം ഗൈസ്, ഇതിൻ്റെ റേറ്റിംഗ് പറയുക ഗൈസ്. നമ്മളെ ബേസിൻ്റെ ഞാനിവിടെ ചെറിയ സ്റ്റോറേജ് സിസ്റ്റം ചെയ്ത് പിന്നെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മെല്ലെ മാറ്റിക്കോളാം. അപ്പോൾ തൽക്കാലം അത് കിടക്കട്ടെ കരുതി. അപ്പം എലവേറ്ററൊക്കെ സെറ്റാക്കി വെച്ചു. കുറേ വീഡിയോസ് എടുക്കാത്തതുണ്ട്, ഇനി നല്ല അടിപൊളി ക്ലിപ്സൊക്കെ എടുത്തിനി. പിന്നെ അതൊക്കെ ഞാൻ മെല്ലെ ഒഴിവാക്കി. സൗണ്ട് ക്വാളിറ്റി ഒക്കെ കുറഞ്ഞു പോയി. അപ്പം ഇന്നത്തെ പരിപാടി മെയിനായിട്ടൊന്നും പരിപാടി ഇല്ല. സത്യം പറഞ്ഞാൽ എല്ലാം ഞാൻ ചെയ്ത് തീർത്തു. ആണെങ്കിൽ വില്ലേജ് കണ്ടുപിടിക്കണം. അപ്പം ഇന്നെന്തായാലും എനിക്ക് അത്രയ്ക്ക് ടൈമില്ല. നാളെ രാവിലെ നീച്ച് ഞാൻ വില്ലേജ് കണ്ടുപിടിക്കാമെന്ന് കരുതിക്കുക. അപ്പം നാളത്തെ എപ്പിസോഡ് നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കുന്ന എപ്പിസോഡാണ്. അപ്പം എന്തായാലും ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതി വെറുതെ ഇരിക്കുകയാണ്. സെർവർക്കൊന്ന് കയറി ആക്റ്റീവ് ആകാമെന്ന് കരുതി ഗൈസ്. സെർവർ കിട്ടില്ല. സെർവർ എത്ര പ്ലേയേഴ്സ് നോക്കാം. ഇപ്പം ക്യൂഫി കളിക്കുന്നുണ്ട്. ഞാൻ ക്യൂഫിൻ്റെ ഒരു ഫാനും കൂടിയാണ് ഗൈസ്. ഞാൻ ക്യൂഫിൻ്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. ക്യൂഫി ഈസ് ദ ബെസ്റ്റ്. FTTയും കിട്ടില്ല കേട്ടോ. FTT പൊളീസാണ്. പിന്നെ സോളോ വിനർ ഞാൻ കുറേ കാണാറുണ്ട്. ഞാൻ എല്ലാവരും ഇപ്പം അറിയൊന്നുമില്ല. അപ്പം ഞാൻ സ്റ്റോറേജിലേക്ക് വെച്ചിട്ട് ഞാൻ മുകൾ ഭാഗത്തേക്ക് പോവാം. പിന്നെ ഇതിലൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. നമുക്ക് സെല്ല് പറഞ്ഞാണ്ട് ഇതുണ്ട്. നിങ്ങൾക്ക് അറിയണേക്കാരം, ഞാൻ വെറുതെ കാണിച്ചെന്നുള്ളൂ. ഓക്കെ, ഇതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയാൽ ഈ കോപ്പറിന് അത്യാവശ്യം കുറച്ച് വില ഉണ്ട്. നോക്കുമ്പോൾ അത്യാവശ്യം ഓറ് കാര്യം നോക്കുമ്പോൾ ആണെങ്കിലും ഒക്കെ പെട്ടെന്ന് ഉണ്ടാകും. പിന്നെ ഞാൻ ട്രിക്ക് കണ്ടുപിടിച്ചു, പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇതിൽ കുറേ റൂൾസൊക്കെ ഉണ്ട്. ചില മോഡ്സൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതൊക്കെയാണ് ഗസ്. ഇതിന് പാക്ക് രസമുണ്ടോ പറയും. ഞാൻ ഒരു മോഡ് പാക്ക് ഇട്ടു. പിന്നെ ഇതാരാ സ്കിന്നാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ ഞാൻ ആരും സ്കിന്നെടുത്ത് സെലക്ട് ചെയ്തതാ. ഏതൊരു മീശക്കാരൻ്റെ സ്കിന്നാണ്. ആരാന്ന് എനിക്കറിയില്ല ഗസ്. ഞാൻ സുധി നടിച്ചപ്പോൾ കിട്ടിയതാ, സുധി. അപ്പം എനിക്ക് ഇവിടെ എന്താ കൊണ്ടുവരണ്ടേ നിങ്ങൾ പറയാ. ഞാൻ ഇവിടെ എന്തായാലും വലിയ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യില്ല. കാരണം ഞാൻ ഇവിടെ ചെറിയ ഡിസൈൻ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാൻ കരുതിക്കാം. എനിക്ക് ഈ സ്ഥലത്താണ് ഒന്നും കൊണ്ടുവരാൻ വഴിയില്ലാതെ നിൽക്കണേ. ഇവിടെ എന്തെങ്കിലും നിങ്ങൾ സജസ്റ്റ് ചെയ്യൂ, ഞാനത് കൊണ്ടുവരാം.
അയ്യോ ഈ നെറ്റ് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് അപ്പോൾ ഇന്നത്തെ ഗോള് ഞാൻ കണ്ടുവച്ചത് എന്താ വെച്ചാൽ കുറച്ച് മൈനിങ്ങിന് പോയിട്ട് കുറച്ച് അയൺ ആർമറെങ്കിലാവണം. എൻ്റെ അടുത്ത് അയൺ ആർമറൊക്കെ ഞാൻ ആയിരുന്നു, പക്ഷേ ഞാൻ ചത്തുപോയി. പിന്നെ എനിക്ക് അടുക്ക് എത്താൻ കഴിഞ്ഞില്ല, ഡീസ്പോണായി. അപ്പോൾ ഞാൻ കുറച്ച് മൈനിങ്ങിന് ഇറങ്ങട്ടെ ഗൈസ്. പിന്നെ കുറച്ച് ഓർസ് കിട്ടിയാൽ നമുക്ക് വിൽക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം പോയിട്ട് മൈനിങ്ങിന് ഇറങ്ങാം. പക്ഷേ വീഡിയോ എനിക്ക് കറക്റ്റ് എടുക്കാനൊന്നും ഞാൻ അങ്ങനെ വലിയ പ്രോ അല്ല. പിന്നെ ഗൈസ് എൻ്റെ ബേസ് ഞാൻ അവസാനം എപ്പോഴെല്ലാം കാണിച്ചു കൊടുക്കുക, കാരണം കണ്ടു നിന്നിട്ടൊരു കാര്യമില്ല സത്യം പറഞ്ഞാൽ. ഗൈസ് സത്യം പറഞ്ഞാൽ എൻ്റെ ബേസും കോപ്പി അടിച്ചാൽ ഞാൻ എന്തായാലും പെട്ടെന്ന് പോയിട്ട് മൈനിങ്ങിന് ഇറങ്ങാം. എൻ്റെ മൈനിങ് ഏരിയക്ക് ഗൈസ് ചെറുതായിട്ട് പണി കിട്ടി. എൻ്റെ മൈനിങ് ഏരിയ ഈ ഭാഗത്തായിട്ട് വരും. എടാ അടിപൊളി ഒരു മൈനിങ് ഏരിയ ചെയ്യുന്നടാ. അത്യാവശ്യം മൈനൊക്കെ ചെയ്തൊരു മൈനിങ് ഏരിയ ചെയ്യുന്നത്. ഞാൻ നോക്കാം, നമുക്കിവിടെ എവിടെയോ ഒരു എൻട്രൻസ് ഉണ്ടല്ലോടാ. ഇവിടെ കുറച്ച് സോംബീസും കാര്യങ്ങളൊക്കെ കള്ളച്ചറ്റകൾ ഇവിടെ. നല്ല കാര്യം. ഞാൻ ഇത് ഇവിടേക്ക് ഉണ്ടാക്കി. ഇനി ഇത് ഈ മൈനിങ് ഏരിയ വരുന്നത് വെച്ചാൽ എനിക്ക് ഓർമ്മ അനുസരിച്ച് ഇങ്ങോട്ട് തന്നെയാണ് തോന്നുന്നു അല്ലേ? ഇങ്ങോട്ടാണോ? എനിക്ക് വലിയ കൊടുത്തല്ല. ഞാൻ എന്നാലും പുതിയൊരു മൈനിങ് ഏരിയയും കൂടിയും സെറ്റാക്കട്ടെ എന്നാൽ. എന്തായാലും ഞാൻ മൈനസ് എത്ര കാരം എൻ്റെ ബേസ് ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ ഫസ്റ്റ് കുറച്ച് മൈൻ ചെയ്യട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, എന്നാൽ ഞാൻ ഇവിടെ മൈനിങ് ഏരിയ സെറ്റാക്കാമെന്ന് കരുതി ഗൈസ്. അപ്പോൾ മൈനിങ് ഏരിയ സെറ്റാക്കാൻ ഇനി എവിടെ സെറ്റാക്കാനാടാ? എല്ലായിടത്തും സ്ഥലമായി ഗൈസ്. ഇനി ഇത് കുറച്ച് അടിക്ക് ഇങ്ങനെ ലെയറായി ഓജി കുറച്ച് സെറ്റപ്പൊക്കെ ചെയ്തോ? ഞാൻ വരാം. ഇപ്പം വരൂല. ഓക്കെ ബ്രദർ. അതാ ഇവിടേക്ക് വെച്ചുണ്ടാക്കാം അല്ലേ? അപ്പോൾ തൽക്കാലത്തിന് ഞാൻ ഇവിടെ സെറ്റാക്കട്ടെ ഗൈസ്. കണ്ടോ ഇതൊക്കെ സെറ്റപ്പ് ഞാൻ ഇപ്പം ചുത്തകഞ്ഞില്ല. അപ്പം ഞാൻ കുറച്ച് സ്റ്റെയർ കേസൊക്കെ എടുത്താണ് പണിഞ്ഞ് ഗൈസ്. ഇതാണ് ഞാൻ മണ്ടത്തരം കാട്ടിയതാണ് ചോദിച്ചാൽ ആണ് ഗൈസ്. ഇപ്പം എനിക്ക് ഷീൽഡ് പോലും മര്യാദക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യണേ ഗൈസ്. പിന്നെ ഈ സ്കിൻ മറ്റേതുണ്ടോ, എന്തതിന് പറയാ, മോഡാണ്, ഒരു ആനിമേഷൻ പാക്ക്. നിങ്ങൾ ഏത് ലോയിൻ്റെ ആയാലും നമുക്ക് സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കിട്ടില്ല. കാരണം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. കിട്ടിലാണ് നമുക്ക് കളിച്ചുമ്പോൾ തന്നെ ഒരു ഫീൽ കിട്ടും. അടിപൊളി ഒരു കിട്ടില്ല മോഡാണ്. പിന്നെ എനിക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എങ്ങനെയാണ് എനിക്കപ്പോൾ ഡയമണ്ട് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഡയമണ്ട് കിട്ടിയത് ഇതിലെന്തൊക്കെയോ കീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതാ എനിക്ക് ടീപ്പാക്കണം. അപ്പം കീസോ അങ്ങനെ എന്തൊക്കെയോ സെറ്റപ്പൊക്കെ ഇതിലുണ്ട്. അപ്പം എനിക്ക് അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കീസ് ഇങ്ങനെ കിട്ടും. കീയോള് പറഞ്ഞാണ്ട് സൈഡിലുണ്ടോ ഓരോ. ഞാൻ മൈനിങ്ങില്ലടാ. എന്താടാ എനിക്ക് ഉറപ്പിച്ചു. അപ്പം കീയോള് പറഞ്ഞാണ്ട് സംഭവം ഉണ്ട്. അത് ഫുള്ള് കുറയണം. അപ്പോഴാണ് നമുക്ക് എന്താ കിട്ടും. ഇതെന്തൊരു വെറുപ്പാണ്. ഞാനില്ല, എനിക്കെന്ത് സ്വഭാവമാണ്. ഞാനില്ല പറഞ്ഞില്ലേ. അപ്പോൾ പക്ഷേ ഇത് നമ്മളെ അനിയനുണ്ട് ഇവിടെ, തേങ്ങാക്കൊല. ഓൻ വെറുതെ വെറുപ്പിച്ചണേ. ഡയമണ്ട് ആർമർ മറ്റേതിൽ കിട്ടിയതല്ലേ. അപ്പോൾ കഴിച്ചാൽ ഒരു കീ പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പോൾ ആ സംഭവം കൊടുത്ത് നമുക്ക് കീ വാങ്ങാം. കീ കൊണ്ട് നമുക്ക് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ഈ ഡയമണ്ട് ആർമർ. അപ്പോൾ എനിക്ക് അതേമാതിരിക്ക് ഇത് കിട്ടിയിരുന്നു. എന്താ കുറച്ച് കീ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് ആർമറും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിനി. അതൊക്കെ ഇപ്പോൾ പോയി കിട്ടി.
അത് സീനില്ല, അത് അങ്ങനെ ഡിസ്പോണായി പോയതാണ്. പിന്നെ എനിക്കിപ്പോൾ ഇന്ന് ഒരു കിട്ടിയപ്പോൾ ഞാൻ 31 മിനിറ്റ് കംപ്ലീറ്റ് ആക്കി അടുത്ത് കിട്ടും. ഞാൻ അടുപ്പിച്ച് ഉണ്ടാക്കിയിട്ട് കളിച്ച കേസ്. പിന്നെ എൻ്റെ എന്തോ സിമ്പിൾ വോയിസിൻ്റെ മോഡിന് എന്തോ പ്രശ്നം പറ്റിയിപ്പം മര്യാദക്ക് വർക്കാവണില്ല. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യട്ടെ, മൈൻഡ് ചെയ്ത് സമയം പോയി. ബിക്കോസ് -15 കുറച്ച് മുകളിലായി. ഞാൻ കുറച്ച് അപ്പം ഞാൻ -15 പോയിട്ട് കുറച്ച് ചുറ്റുമാണ് ഇപ്പോൾ ഡയമണ്ട് ആർമറാ. പക്ഷെ ഇത് മണ്ടത്തരാന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഡയമണ്ട് ആർമർ ഇപ്പം മറ്റേ കീ എടുത്ത് വാങ്ങാം. അപ്പം ഞാൻ അയൺ എന്തായാലും നല്ല യൂസ്ഫുള്ളാവും. ഓ ഗൈസ് എന്താ ഇടയ്ക്കിട്ടിച്ച് ബഗ് വരാറുണ്ട്. ബഗ്ഗാണ് ആണോ ഗൈസ്? ഞാൻ മൈൻഡ് ചെയ്യാൻ പിന്നെ ഇതായതുകൊണ്ട് പെട്ടെന്ന് മൈൻഡ് ചെയ്ത് പോകാൻ പറ്റും. ഓ ഗൈസ് കിഡിലായിട്ട് കിഡിലായിട്ടല്ല ഉമ്പിയിട്ടില്ല. ഇത് യൂസ്ഫുള്ള് സാധനമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് സ്പൈ ഗ്ലാസ്സിന് യൂസാവും. എന്തായാലും ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കണ്ട. വന്നതിനാണെങ്കിൽ ഫോർച്യൂൺ ഉണ്ട് ഇതിൽ. കുറച്ച് ഫോർച്യൂൺ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ഫോർച്യൂൺ ഉണ്ടായിട്ട് നാളെ തന്നെ കിട്ടിയേ. കുഴപ്പമില്ല ഞാൻ ഓക്കെ. പിന്നെ ഈ ബ്ലോക്കും ഉണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം കിട്ടില്ല ബ്ലോക്കാണ് തോന്നുന്നു. അപ്പം നമുക്ക് ഇനി മൈൻഡ് ചെയ്ത് പോവാം. ഓക്കെ, നല്ലൊരു ഫൈൻഡ് കിട്ടി. അതുകൊണ്ട് ഉപകാരം ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടെ. നമുക്ക് സ്പൈ ഗ്ലാസ് മാത്രമേ അതുകൊണ്ട് ഉപകാരമുള്ളൂ സത്യം പറഞ്ഞാൽ. പിന്നെ നമുക്ക് മോഡലാക്കാനൊക്കെ പറ്റും തോന്നുന്നു. അപ്പം നമുക്ക് ഇനി മൈൻഡ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് എനിക്കിപ്പോൾ 62 കോപ്പർ കിട്ടി ഗൈസ്. അപ്പോൾ ഞാനിത് കറക്റ്റ് നിങ്ങളെ മുന്നിൽ വെച്ച് തന്നെ നമുക്ക് വിൽക്കുകയാണ്. പിന്നെ ഇതിനൊക്കെ നല്ല വില കിട്ടുമോ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് എടുത്ത് വിറ്റോക്കാം, ചിലപ്പോൾ എനിക്ക് വില കിട്ടും. കാരണം എത്ര കിട്ടി? 2K കിട്ടി ഗായ്സ്. നല്ല ഗായ്സ് ഇത് അത്യാവശ്യം വില ഉണ്ട് തോന്നുന്നു. എടാ അതിൻ്റെ വിലയൊന്നും കാണാനില്ലടേ. എടാ അതിപ്പോൾ ഇനിയിപ്പോൾ കാണില്ല. അതിനെന്തോ ഒരു വഴി ഉണ്ട്. അത് ഇങ്ങനത്തെ തന്നെ കാണും. ഇല്ല എടാ കാണണ്ടേടാ. എടാ ഞാൻ നോക്കട്ടെ, നമുക്ക് നോക്കാം. പോടാ, പിന്നെ എനിക്ക് പൈസ ഉണ്ടത്. ഞാൻ കഷ്ടപ്പെട്ട് 4K ആക്കിയത് വെച്ച് ഒരു അടിപൊളി കിറ്റ് വാങ്ങണം. മറ്റേ കോപ്പർ പക്ഷേ എന്താണാവോ നെറ്റിലായിട്ടാണ് അറിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പൈസ കാണിക്കാറുണ്ട്. അതാ പക്ഷെ അമിറ്റ് ഇതിൻ്റെ കാണിച്ചില്ല. ഏഷ്യടാ ഇതിൻ്റെ ഒന്നും ഇതിന് പൈസ അല്ല. ഞാൻ ഒന്നെടുത്ത് വിറ്റോക്കാം. പക്ഷെ ഇതിന് പൈസ അല്ല എന്നാണോ പറഞ്ഞത്. എന്നാൽ നമുക്ക് നോക്കാലോ പൈസ ഉണ്ടോ ഇല്ലേന്ന്. കിടിലം. പക്ഷെ എന്തോ ബഗ്ഗായതാവാം എനിക്കറിഞ്ഞൂടെ. ഇതിൻ്റെ വാല്യൂ അങ്ങനെ എന്തെങ്കിലും നോക്കാം. ഞാനത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചാം. കാരണം അത് ഞാൻ കിഫിൻ്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഞാൻ കിഫിൻ്റെ വീഡിയോയിൽ കണ്ട അതൊക്കെ പഠിച്ചത്. നിങ്ങൾക്ക് വേണേൽ കിഫിൻ്റെ വീഡിയോ ചെക്കൗട്ട് ചെയ്യാം ഗൈസ്. കോപ്പർ ഓക്കെ. പിന്നെ 32 കിട്ടി. ഇനി ഇതും കൂടി സെല്ല് ചെയ്യണം കാണിച്ചല്ലേ. കോപ്പർ സെല്ല് ഗൈസ്. വെച്ചപ്പോൾ മറ്റേ ബ്ലോക്കിന് അത്യാവശ്യം കിട്ടി. കാരണം ഞാൻ എല്ലാം വിറ്റ് പോവാ. എനിക്ക് എന്തായാലും അവിടെ ഇതുണ്ടല്ലോ. പിന്നെ ഇതെന്താണ്? ബസാൾട്ട് 1K ഗൈസ്. അപ്പം നമുക്ക് 6K മണിയായി. അപ്പം ഇങ്ങനെ കൂടി വരുമായിക്കാരല്ലേ. നാമിക്കിന് എടാ എനിക്കിപ്പോൾ എത്ര വയസ്സായി? ഇവിടെ ഒന്ന് പറയാം. ഇത് പറയുന്ന ചിലപ്പോൾ കേൾക്കണമെന്ന് ഉണ്ടാവില്ല. എന്നുവെച്ചാൽ കുറച്ച് മൈനിങ്ങിന് ഇറങ്ങി ഉണ്ടാക്കിക്കോ. എനിക്ക് ഷൾക്കറടാ. ഇത് ബെഡ്റോക്ക് അക്കൗണ്ടില്ലേ അത് എടുത്താണ്ട് സെറ്റാക്കി ഗൈസ്. പിന്നെ എന്തൊക്കെയോ ഒരുമാതിരി ഒച്ച കേൾക്കണ്ടല്ലോ. തേങ്ങ ഗൈസ്. അപ്പം ഇനി കാക്ക ഇപ്പം തന്നെ 14 മിനിറ്റായി. അപ്പോൾ ഗൈസ് മുണ്ടല്ലങ്ങേ ഞാനിതാ ടോട്ടം വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ടോട്ടം കണ്ടോ? പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ടോർച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പുതിയ ടോർച്ച് ക്രിയേറ്റ് ആകാൻ വന്നപ്പോൾ അതാ ഊമ്പിച്ചു. ക്രിയേറ്റ് ആയില്ലേ. നമ്മൾ നെറ്റ് എന്തൊക്കെയോ പ്രശ്നം പറ്റി. ടോട്ടത്തിന് വലിയ വില ഇല്ലാതില്ലല്ലേ. ടോട്ടം കൈ പിടിച്ചിട്ട് തന്നെയാണ് നല്ല.
അപ്പോൾ ഗൈസ് 12,000 കിട്ടിയിട്ടുണ്ട്. അയ്യോ ഇതെന്താ എടാ ഇതാരാ എടാ ഗൈസ് ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ ഇവിടെ. എടാ കൈവേറി ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കാൻ നിൽക്കടാ ഇതിലെ എന്തായാലും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. എടാ കൈവേറി എടാ അപ്പം ഞാൻ അതെങ്ങനെ എന്തൊക്കെയാ സംഭവിച്ചണേ? ഏയ് ബ്രദർ എന്താ എന്താ പറയില്ല അതിന്. ഞാൻ എന്തോ ആടെ ഇത് പക്ഷെ എന്തൊക്കെയോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാനൊരു മിനിറ്റ് കാശ് നമ്മൾ രക്ഷപ്പെട്ടു 29,000. പിന്നെ അത് ഞാൻ എന്നെ ശ്രദ്ധിച്ചിട്ടില്ല എന്നോട്. അതെന്താ മറ്റവൻ്റെ പഴയ ഏതോ ഒരു പഴയ ഏതോ ഒരു ഇതല്ലേ പഴയ എന്താ പറയുക മൈനിങ് ഏരിയ. പഴയ മൈനിങ് ഏരിയ ഇനി അത്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. നമ്മളെ പിന്നെ ഫുൾ സെറ്റപ്പാക്കി. എന്താടെ ഇവിടെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലൊരു കിടിലൻ സാധനം കാണിച്ചു തരാം. നിങ്ങൾ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഗൈസ്. നിങ്ങളുടെ ഏത് തേങ്ങയായാലും നിങ്ങൾക്ക് സ്മൂത്തായിട്ട് റണ്ണാവും. അപ്പോൾ ഇനി ഇതാ അയൺ ആർമർ ആവാം. ഇന്നത്തെ ഗോൾ അങ്ങ് ഫസ്റ്റ് ടൈം കംപ്ലീറ്റ് ആക്കാം. പക്ഷെ എന്താണ് ഈ നെറ്റിനെ ചതിക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് അയണാവാൻ കാത്തിക്കാം. ഓക്കെ ഗൈസ് ഈ സ്കിൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതാര സ്കിന്നാണ്? കിട്ടില്ല സ്കിന്ന്. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ചുകൂടി സർപ്രൈസ് ആക്കി കുറച്ച് ടോട്ടം അങ്ങ് വാങ്ങി. ഇതൊക്കെ നമുക്ക് അങ്ങ് അവൈലബിളിൽ കൊണ്ടുപോയി വെക്കണം. ഷാള് പിന്നെ നമ്മൾ അയൺ ആർമർ ഫസ്റ്റ് ടൈം റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ അയൺ ആർമർ ഗൈസ് നമ്മൾ ഗോഡായി ഗൈസ്. അയൺ ആർമർ ആൻഡ് നമ്മൾ കുറച്ച് പൈസ ഉണ്ടാക്കി. ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ എത്ര ടോട്ടം വാങ്ങി ഞാൻ മുടിഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ചും കൂടി പൈസ ഉണ്ടാക്കി. അപ്പം ഞാൻ എൻ്റെ സ്റ്റോറേജിൽ പോയി ഇതൊക്കെ ഒന്ന് ഫില്ലാക്കാം ഗൈസ് ഫസ്റ്റ് ടൈം. നെറ്റ് ബ്രദർ എൻ്റെ നെറ്റാട്ടോ, സെർവറിൻ്റെ ഇഷ്യൂ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ആവാൻ ചാൻസ് ഇല്ല. അത്രക്കും എൻ്റെത് നൂബിടാൻ നെറ്റല്ലേ ബ്രോ. ഞാൻ അയണൊക്കെ തീ കൊണ്ടേക്കാം. പിന്നെ ടോട്ടൽ എടാ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഇട്ടിട്ടുണ്ട് ഇവിടെ. നമ്മളെ പെരിയിലല്ല ഗെയിമിലല്ല വിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊണ്ടേ കരുതി. പിന്നെ ഇവിടെയാണ് നമ്മളുടെ ഇത് വരിക. പിന്നെ നമ്മൾ എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. റോ ക്ലിപ്പ് എടുത്തിടുക അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തതൊക്കെ ഇതിൽ കൊണ്ടേക്കാം. ആൻഡ് ടോട്ടം നമ്മളെ കയ്യിൽ വെക്കണ നോ സേഫ്. ഇതൊക്കെ ഞാൻ ഇതിൽ സേഫായി കൊണ്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് നാമിക്കിൻ്റെ ബേസൊക്കെ ഒന്ന് പോയ കേസും കുറേ നേരമായി പറയണേ. അപ്പോൾ കേസ് ഞാൻ TP അയച്ചിട്ടുണ്ട്. ഞാൻ അക്സെപ്റ്റ് ആക്കട്ടെ ഗൈസ്. പിന്നെ എന്തോ പിന്നെ ഇവിടെ എന്തൊക്കെയോ സെറ്റപ്പ് ചെയ്തു എന്നാ പറഞ്ഞേ. ഏതാ സെറ്റപ്പ്? എൻ്റെ റബ്ബേ. ഗൈസ് നമുക്ക് കുറച്ച് സിനിമ കണ്ടിരിക്കാം. FTTയോ? ഞാൻ വേറെ ഏതോ ഇത് FTT അല്ലടേ. ഇത് വേറെ ഏതോ ഒരു അത് മീശാടാക്ക. ഇതേ ആയിക്കോട്ടെ ആൻറ്റി. FTT എങ്കിൽ FTT. എനിക്കെന്തായിന് ഗൈസ് ഞാൻ സിനിമ കാണാൻ വന്ന ഗൈസ്. ഞാൻ കുറച്ച് സിനിമ കാണട്ടെ. ഏതാണ്? ആടോ വായ ഗൈസ് വായാണോ ഗൈസ്? കിട്ടില്ല മൂവി ഗൈസ്. അയ്യോ കറണ്ട് പോയടാ. ശേ ഗൈസ് കറണ്ട് പോയി. ഇനി ഇവിടെ ചെസ്റ്റ് ഉണ്ട്. ഇവനെ ഫുള്ള് കോപ്പിയാണ് ഗൈസ്. എൻ്റെ കോപ്പി. പിന്നെ ഓക്കെ ഇതിൻ്റെ കോപ്പിയല്ല. ഓക്കെ
പിന്നെ ഇപ്പം ഞാനൊരു സോൾ സാൻഡ് വാങ്ങി കൊടുക്കാം ഗൈസ്. കൊച്ചക്കാൻ കുറേ നേരമായി വെറുതെ നാളെ നിൽക്കണേ. ഞാൻ നിനക്ക് വാങ്ങിത്തരുമടാ, 15 ഉറുപ്പ്യ ഉള്ളൂ. പിന്നെ എന്നാ നിനക്ക് സോൾ സാൻഡ് എന്നാ ഗൈസ്. അവന് സോൾ സാൻഡ് ആക്കി ചെക്കനെ ഹാപ്പി ആക്കി വിട്ടിട്ടുണ്ട്. ടോട്ടം ഞാൻ പിന്നെ തരേണ്ട അടുത്ത ദിവസം ഗൈസ്. അടുത്ത എപ്പിസോഡിൽ ഞാൻ തരണ്ട് ഗൈസ്. അടുത്ത എപ്പിസോഡ് വില്ലേജസ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് ഗൈസ്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. പിന്നെ അടുത്ത എപ്പിസോഡിൽ അടുത്ത എപ്പിസോഡ് അതപ്പോൾ തീരുമാനിച്ചാൽ എന്നാലും ബേസിൻ്റെ പരിപാടിയാണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ എല്ലാവർക്കും ബായ്.